വണ്ടി ലൈറ്റ് നിർത്തോളാം. വലിയ ഇറക്കിടാ എലിയുടെ പേര് അതല്ലടാ light നിർത്തൂടാ. ശരത്തേട്ടനാടാ നമ്മുടെ മിഥുനണ്ണന്റെ വീഡിയോ കമന്റ് ഇട്ട് നീ കണ്ടാ? നീ കണ്ടില്ലേ? നോക്ക് നോക്ക് ഇല്ലില്ല കണ്ടില്ല നോക്ക് നോക്ക് നോക്ക്. അവൻ ഇതെങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കുമെന്ന് എനിക്കൊരു പിടുത്തമില്ല. ഇതിനുള്ള ചലഞ്ചിങ് സ്റ്റാർ എന്റെ പേര് ഇതിലെന്ന ശരത്ത് എന്ന് പറയുന്ന ഗ്രാമർ അല്ല സോറി ഗെയിം ഇതിലെനിക്ക് ഇത് റിയാക്ട് ചെയ്തല്ലോ ളിയാ. റിയാക്ട് ഞാൻ റിയാക്ട് ചെയ്യാൻ പോലെ വെച്ച് പറയാൻ പോലെ ചരത്തേട്ടനെ പറഞ്ഞതോ അവൻ ചരത്തേട്ടനെ പിന്നെ ചന്ദ്രുവിനെ പറഞ്ഞത് കുഴപ്പമില്ലെന്ന് വേണേ പറയാം. ചന്ദ്രനെ പറഞ്ഞവനാണോ ശരത്തേട്ടനെ പറയുന്നോ അവൻ? പിന്നെ ശരത്ത് എന്ന് പറയുന്ന ഗ്രാമർ അല്ല സോറി ഗെയിമർ എന്നെ റിയാക്ട് ചെയ്തു. നമുക്ക് റിയാക്ടിലേക്ക് പോകാം. അപ്പം വീഡിയോയിലേക്ക് കിടക്കാം. എടാ ഇവൻ എങ്ങനെ അറിഞ്ഞു ഈ ഫോൺ ഉണ്ട് അല്ലെങ്കിൽ ലോഗോ ഉണ്ട്? ഇതൊക്കെ ഇവൻ എങ്ങനെ അറിഞ്ഞത്? അല്ല ഇവൻ ആരാണ് ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നത്? ഞാനാണ് ഈ വീഡിയോ പ്ലേ ചെയ്തത്. വീഡിയോ പ്ലേ ചെയ്ത് ഞാനാണ്. വീഡിയോ പ്ലേ ചെയ്ത് കൊടുക്കുന്നത് ഞാനാണ്. ശരിയാ സ്ട്രൈക്ക് തന്ന മുമ്പും കേട്ടാ. ഇല്ല അങ്ങനെ തരത്തില്ല. പിന്നെ അങ്ങനെയാണെങ്കിൽ അവന്റെ ചാനൽ പോവല്ലോ മൊത്തത്തിൽ. നീ എന്ത് പോയേ മോഞ്ച് കേട്ടാ? എങ്കിൽ പിന്നെ ശരത്തേട്ടനോട് ഇവനും കൊടുക്കാം. ഇതൊക്കെ bro, I already have enough going on in my life and you don't even meet the bare minimum required to beat my league. So no, I ain't gonna watch this shit nor engage with you any further. Also, you look like you are in your mid-20s and I'm genuinely not sure if people still develop brains at this age. You should seriously try. കേട്ടോടാ കുണ്ണ പീസ് ഔട്ട്. ഇതവൻ എന്ത് ചെയ്യുന്നറിയോ? നേരെ ഇങ്ങനെ എടുക്കും. മിഥുനണ്ണ ഇങ്ങനെ എടുത്തിട്ട് ഇംഗ്ലീഷ് ടു മലയാളം അയ്യോ എന്റെ ജീവിതത്തിൽ ഇപ്പൊ തന്നെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്റെ ലീഗിൽ ഉണ്ടായിരിക്കാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ കാര്യങ്ങൾ പോലും നീ നേടിയിട്ടില്ല. അതുകൊണ്ട് വേണ്ട, ഞാൻ ഇതൊന്നും കാണില്ല. നിന്നോട് ഇനി ഇടപെടുകാനും പോകുന്നില്ല. നിനക്ക് 20കളുടെ മധ്യത്തിലാണെന്ന് തോന്നുന്നു. ഈ പ്രായത്തില് ആളുകൾക്ക് തലച്ചോറ് വരുമോ എന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷെ നീ ഗൗരവമായി ശ്രമിക്കണം കേട്ടോടാ കുണ്ണേ. സമാധാനമായി. അയ്യോ എന്തൊക്കെയാന്ന് പറ. ഇതാണ് മിഥുനണ്ണൻ. ഇവനുള്ള വിദ്യാഭ്യാസം ഒന്നും ഇല്ല ഇതിന്. അതെന്തായാലും ഉറപ്പാ. എന്തൊരു പറയാനായിട്ട് വെറുതെ വിട്ടോണ്ടാ, ഇല്ലെങ്കിൽ ഇപ്പൊ ജീവനോടെ കാണത്തില്ലായിരുന്നു. അവരെന്നെ വല്ലുവനെ എന്തൊരു പറയാനെന്ന് പറ. എന്തേലും പറ. നാളെ കണ്ടന്റ് ശരത്തെന്ന് പറഞ്ഞ ഗ്രാമർ, അവന്റെ ഗ്രാമർ. എടാ ഇവന് ബുദ്ധിയും വിവരമൊന്നും ഇല്ലേ? സാർ കാര്യമായിട്ട് ചോദിച്ചാ ചോദിക്ക. മിഥുനണ്ണ ജാസീനെ ഷമീറിനെ തൂക്കുന്നിട്ടുണ്ട്. ആഹാ അവൻ ആരെയാണ് തൂക്കാത്ത? അവൻ ആരവൻ? അടിച്ചങ്ങ് തിരിക്കണ്ടേ? ഫുള്ളാണ് വേണ്ട വേണ്ട. നമ്മള് ലൈക്ക് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ലൈഫിൽ ഇഗ്നോർ ചെയ്ത് വിടാറുള്ള. താങ്ക് യു സോ മച്ച് 10 റുപ്പീസ് ജീപ്പേ. 10 രൂപ വെച്ചിട്ട് 10 വട്ടം ഇട് ഞാൻ കാണാൻ വേണ്ടിട്ട്. ഞാൻ കാണും, ഞാൻ വായിക്കുമല്ലോ. ഇവൻ ഞാൻ പറഞ്ഞില്ല, ഇവൻ മറ്റേ വൾഗാരിറ്റി അങ്ങനത്തെ ഒന്നുമില്ല. ഇവൻ അങ്ങനെ തെറിയോ അങ്ങനത്തെ വലിയായിട്ട് വൾഗാരിറ്റി ഒന്നുമില്ല. ഇവൻ ഇരുന്ന് എന്താണ് ഇവനെ റീച്ച് ആവാനായിട്ട് മനസ്സിലായി നമ്മളെ യൂസ് ചെയ്യുക. അതാണ് ഇവൻ ചെയ്തോണ്ടിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഉദ്ദേശിക്കുന്ന പറഞ്ഞാ ഇങ്ങനത്തെ ആൾക്കാർ വഴി അതാ ഇങ്ങനത്തെ ആൾക്കാർ ഫേമസ് ആകാനാണ് പുള്ളി മാക്സിമം നോക്കുന്നത്. അപ്പം എന്താണ് അത് ഇഗ്നോർ ചെയ്യുന്ന വിടുന്നതാണ് ഏറ്റവും ഇത്. ഞാൻ അതുകൊണ്ടാണ്
ശരത്തേണ്ണ ഇരുന്ന് എന്താ റിയാക്ട് ചെയ്യും. പിന്നെ റിയാക്ട് ചെയ്യേണ്ട ഒരു എനിക്ക് തന്നെയാണ്. ഞാൻ ശരത്തേണ്ണ പറഞ്ഞോളൂ, ലൈക്ക് ഒരു ബെയർ മിനിമം ക്വാളിറ്റി പോലും ഇല്ല റിയാക്ട് ചെയ്യാനായിട്ട്. ഇവനെ നേരെ എടുത്തു കൊടുക്കുന്ന ആറ് ഇവനെ മറ്റേ ആസിഫിനെ റീൽ അയച്ചു കൊടുത്തിട്ടുണ്ട്. ആസിഫ് പോലെ റിയാക്ട് ചെയ്തില്ല ഇവനെ. അയ്യോ ആസിഫ് പോലും റിയാക്ട് ചെയ്യത്തില്ല. ആസിഫിന്റെ അടുത്ത് പറഞ്ഞു ആസിഫ് പക്ഷെ ആസിഫ് ഭയങ്കര പാമ്പിടിച്ചവനാണ് കേട്ടാ. ഭയങ്കര സ്നേഹമാണ്. എന്നെ ഭയങ്കര സ്നേഹമാണ്. എപ്പോഴും ഭയങ്കര ഞങ്ങളും ഭയങ്കര നേരിട്ടുള്ള ഭയങ്കര കമ്പനിയാണ്. അളിയാളിയ ബന്ധമാണ് ഞങ്ങള്. മച്ചു ബന്ധം. അതൊക്കെ തരക്കണ്ട അണ്ണാ. അണ്ണ ഇത്ര നേരമായിട്ട് അണ്ണ 12 മണിക്കൂർ ഇട്ടിട്ട് അണ്ണ 6.5 മണിക്കൂർ കഴിഞ്ഞാണല്ലോ അണ്ണ വന്നത് ചാറ്റില്. അണ്ണ എന്താ അണ്ണ വെയിറ്റ് ഇപ്പൊ ഒരു ചോപ്പ് വരും. വെയിറ്റ് ആൻഡ് മാച്ച്. ചെവിക്കല്ല് വന്നേനെ. എല്ലാരും വെയിറ്റ്. എല്ലാരും സരക്കണ്ട ചോപ്പിന് വെയിറ്റ് ചെയ്യണേ.